ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ? പിന്നെ ഇന്നലെ എൻ്റെ വീടിൻ്റെ വാർപ്പായിരുന്നു. അൽഹംദുലില്ലാ വീട് വാർപ്പൊക്കെ കഴിഞ്ഞു. ഇന്നലെ നല്ല അന്തരീക്ഷമായിരുന്നു. അതിന് 2 ദിവസത്തിന് മുമ്പൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നും മഴക്കോളൊക്കെ ഉണ്ട്. രാത്രി ചെറിയ മഴ കിട്ടി. വാർപ്പിന് നല്ലതല്ലേ, അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. കാരണം ചെളിയും വെള്ളവും കാര്യവും അവിടെയൊക്കെ ഒരുപാട് വഴിയൊക്കെ ചെളിയുള്ള സ്ഥലമാണ്. അപ്പോൾ അതെല്ലാം കോരി JCBക്ക് മാറ്റി വൃത്തിയാക്കി ആണ് ഇന്നലെ വാർപ്പൊക്കെ കഴിഞ്ഞ്. പിന്നെ ഇന്നലെ അവർക്ക് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് നെച്ചോറും കറിയായിരുന്നു. അൽഹംദുലില്ലാ പിന്നെ എല്ലാം റാഹത്തായി. പിന്നെ ഇനിയിപ്പം ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ഉള്ള പണി പൂർത്തിയാക്കി താമസമാവണമെന്നാണ് ആഗ്രഹം. ഒരു ജോലിക്ക് പോകണം. വീണ്ടും ഞാൻ റബ്ബർ പാലെടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് നടക്കാത്തത് കൊണ്ടേ, പക്ഷേ ഈ മഴ പരുവത്തിൽ എന്ത് ചെയ്യാൻ പറ്റും പടച്ചോനേന്നാണ്. പിന്നെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ സങ്കടമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ വയനാടിൻ്റെ പ്രശ്നമൊക്കെ യൂട്യൂബിലും കണ്ടിട്ടാണ് പിന്നെ വീഡിയോസ് ഒന്നും ഇടാത്തത്. നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് എന്ന് വെച്ചാൽ നമ്മളെ ഹാപ്പി ഇടുമ്പോൾ ഒരു സൈഡിൽ സങ്കടം. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഹെൽപ്പൊക്കെ കൊടുക്കുന്ന സാമ്പത്തികം ഗവൺമെൻറ്റിൻ്റെ പക്കലിൽ ആരും ഒന്നും കൊടുക്കരുത്. അവരെ കൈകളിൽ സുരക്ഷിതമായിട്ട് എത്തണം. ഒന്നുമില്ലാത്ത, രേഖ പോലും ഇല്ലാത്ത ആൾക്കാർ കാരണം വെച്ചാൽ ഒരു കുടുംബത്തിൽ ഒരാളൊക്കെ ജീവിച്ചിരിപ്പം അവരൊക്കെ എങ്ങനെ ജീവിക്കും? അപ്പോഴും നിങ്ങൾ സഹായം ഗവൺമെൻറ്റിൻ്റെ പക്കൽ കൊടുക്കാതെ നേരിട്ട് അവരെ കൈകളിൽ ഭക്ഷണ സാധനം ഓക്കെ, അതല്ല, സാമ്പത്തികമായിട്ട് ഇടപാട് നടത്തുമ്പോൾ അവരെ കൈകളിൽ സുരക്ഷിതമായിട്ട് കൊണ്ടെത്തിക്കണം. ഗവൺമെൻറ്റിൻ്റെ പക്കൽ ഒരിക്കലും 20 ലക്ഷം ആയാലും 50 ലക്ഷം ആയാലും 1 കോടി ആയാലും കൊടുത്താലും അത് പാവങ്ങളെ കയ്യിൽ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളെ എപ്പോഴും കൊടുക്കുമ്പോൾ നേരിട്ട് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ചോര നീരാക്കുന്ന പൈസ കൊടുക്കുന്നത്. അപ്പോൾ അർഹതപ്പെട്ട കൈകളിൽ തന്നെ കിട്ടട്ടെ. എപ്പോഴും അവർക്ക് വേണ്ടി അവരെ ന്യൂസാണ് കൂടുതൽ എല്ലാവരും കാണുന്നത്. കാരണം നമ്മുടെ കേരളത്തിലൊരു ജില്ലയാണ് വയനാട്. അപ്പോഴും നിങ്ങൾക്കും അതിൻ്റെ ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട ആ വീടിൻ്റെ അവസ്ഥയും, നമ്മൾ ഒരു വീട് വയ്ക്കുന്ന കഷ്ടപ്പാട് അറിയാല്ലേ. എല്ലാം അന്നോടന്നോട് ഇറങ്ങിപ്പോണ ആൾക്കാരാണ് നമ്മളെ പോലെ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? സാഹചര്യം, റബ്ബിൻ്റെ വിധി ഇങ്ങനെ ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നത് തിരുവനന്തപുരം കൊല്ലംകാർക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ. പക്ഷേ അമ്മക്ക് റബ്ബ് ചിലപ്പം വിധിച്ചിരിക്കുന്ന വേറെ രീതിയാണ്. അതുകൊണ്ട് ആരും ഒന്നിൻ്റെയും പേരിൽ അഹങ്കരിക്കേണ്ട. അള്ളാഹു എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. അപ്പം നിങ്ങളെന്താണ്, ഞാൻ ഇപ്പോഴും പറയണം, അർഹതപ്പെട്ട സുരക്ഷിതമായിട്ട് ഇപ്പം നടികളായാലും നടന്മാരായാലും 20 ലക്ഷം 10 ലക്ഷം ഒക്കെ കൊടുക്കുന്നു. അവരെല്ലാം ഗവൺമെൻറ്റിൻ്റെ പക്കലേ കൊടുക്കുള്ളൂ. മലയാളികളെങ്കിലും കൊടുക്കുമ്പോൾ നേരിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ അവരെ കൈകളിൽ കിട്ടട്ടെ. ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, സ്വർണ്ണങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, ആധാർ ഒന്നുമില്ല, ഉടുതുണി ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, അത്രയേ ഉള്ളൂ മനുഷ്യനെന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെന്താണ്, നമ്മൾ വീട് വയ്ക്കുന്നതിൻ്റെ ഒരു കഷ്ടപ്പാടും, നമ്മൾ ഉറുമ്പ് കൂനെ കൂട്ടും പോലെയാണ് ഇങ്ങനെ ഒരു ഇതായിട്ട് കൂട്ടി കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നതായാലും എല്ലാതായാലും. മക്കളൊക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് വയ്ക്കുകയാണ്. അതൊന്നും പറയുമ്പോൾ ഒരു കുടുംബത്തിലെ എത്ര പേര് മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന് അറിയാമോ? 16. അവരെ കൊണ്ടുവരുന്നൊക്കെ അവസ്ഥകൾ കണ്ട പടച്ചവനെ, ഇനിയും കിട്ടാത്ത ഇതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ കിട്ടാത്ത ആൾക്കാരുണ്ട്. കൈ കാല് കുട്ടികളെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കണം. ഉമ്മായും വാപ്പായൊക്കെ പോയി, വെള്ളപ്പൊക്കത്തിൽ പോയി. മക്കൾ മാത്രം ആവുമ്പോഴാ. നമുക്കും ചെറിയ മക്കളുണ്ട്. ഒരു അർജുൻ എന്ന കേസിൻ്റെ ഒരു ഇത് പോയപ്പോഴാണ് അടുത്ത വയനാട് ഉരുൾപൊട്ടൽ. പകലൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടി മാറാം. അസമയത്തൊക്കെ എന്തെങ്കിലും വന്നു പോയാൽ പടച്ചവനെ ഒന്നും പറ്റൂല. പിന്നെ റബ്ബിൻ്റെ വിധി തീരുമാനം ഇങ്ങനെയാണ് എന്ന് സമാധാനിക്കുക. നമ്മൾ മനുഷ്യനാണ്, ജീവിച്ചേ പറ്റൂ. എന്ത് വന്നാലും ജീവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ആ പൈസ കിട്ടുന്നതാണെങ്കിൽ അവരെ കൈകളിൽ സുരക്ഷിതമായിട്ട് എത്തിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും കൊടുത്തിട്ട് അവർക്കൊരു വീട്, ഇനി ആ വയനാടിലോട്ട് ആ സ്ഥലത്ത് വീട് വയ്ക്കാനും ഒന്നും പറ്റില്ല. കാരണം പിൽക്കാലത്തും ഇനി ജനങ്ങൾക്ക് എപ്പോഴും ഭീതിയുള്ള സ്ഥലമാണ്. അവിടെ ഒന്നും കാണുന്നല്ലോ ന്യൂസിൽ. പിന്നെ എല്ലാം അള്ളാൻ്റെ തീരുമാനമാണ്. പിന്നെ നല്ല സാമ്പത്തികമൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു ഞാനെങ്കിൽ എനിക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കാമായിരുന്നു. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാനേ നമ്മളെ കൊണ്ട് നിവർത്തിയുള്ളൂ. നമ്മുടെ സ്കൂളിൽ നിന്നായാലും വയനാടിന് വേണ്ടി എല്ലാം, ഈ രോഗം മൊത്തം വയനാടിന് വേണ്ടി കൈകോർക്കുകയാണ്. എന്നാലും അവരെ നഷ്ടപ്പെട്ട ജീവിതങ്ങൾ തിരിച്ചു കിട്ടുമോ? ചെറിയ ചെറുക്കന്മാർ, ചെറിയ കുട്ടികൾ, മുതിർന്നവർ, പ്രായമായവർ, അച്ഛനമ്മമാർ, ഉമ്മ വാപ്പമാർ മണ്ണിൻ്റെ അടിയിലൊക്കെ കൂടി കുറേ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒന്നും ഇടാത്തത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവരെ ദുഃഖത്തിൽ പങ്കുചേരണം. കാരണം നമ്മൾ അവരെ പോലൊരു വ്യക്തിയാണ്. ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമുക്കായിരിക്കും. അള്ളാഹു തൊട്ട് കാക്കട്ടെ. കൊച്ചുമക്കൾ സ്കൂളിൽ പോകുമ്പോഴും അവരെ എപ്പോഴും സന്തോഷത്തിൽ പറഞ്ഞേക്കാൻ ശ്രമിക്കുക. നമ്മൾ എത്ര അടിച്ചാലും വഴക്ക് പറഞ്ഞാലും
മക്കൾ പോകുമ്പം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് കാത്ത് അവർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. രാവിലെ എണീച്ച് എല്ലാം ഒതുക്കി പാത്രത്തിലാക്കി പറഞ്ഞു വിട്ട് സലാം പറഞ്ഞ് പോകുമ്പോൾ തിരിച്ച് നമ്മുടെ കൈകളിൽ എത്തും എന്ന പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. ഓരോ മൊത്തം ദുരന്തങ്ങൾ മാത്രമേ ഉള്ളൂ യൂട്യൂബ് ചാനലൊക്കെ തുറന്നു നോക്കിയാൽ. അപ്പോഴ് പനി ആയാലും നിപ്പ ആയാലും കൊച്ചുമക്കളെ ജീവൻ പോകുമ്പോഴാണ് നമുക്ക് ഉള്ളു കൂടുതലും പെടയുന്നത്. അപ്പോഴും നിങ്ങളെന്ത് ചെയ്യണം? സഹായങ്ങൾ എത്തിക്കുമ്പം അവരെ കൈകളിൽ ആർക്കാണോ നമ്മൾ സഹായം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അവരെ കൈകളിൽ എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്കും എൻ്റെ മക്കൾക്കും നമ്മുടെ മൊത്തം പേർക്കും വേണ്ടി എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നവർ ദുആ ചെയ്യണം. അപ്പോൾ എൻ്റെ മോൻ്റെ പനിയൊക്കെ മാറി അൽഹംദുലില്ലാ ഓക്കെ ആയി. വീട് എത്രയും പെട്ടെന്ന് എനിക്ക് മക്കളെ മിണ്ടാരി മക്കളെ അപ്പോൾ എത്രയും പെട്ടെന്ന് വീടാവാൻ വേണ്ടി ദുആ ചെയ്യണം. എനിക്കും 3 കൊച്ചു മക്കളാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.